കേരള കോൺഗ്രസ് LDF വിട്ട് UDFിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ് മുഖപത്രം പറഞ്ഞത് ചർച്ചയാകുന്നതോടൊപ്പം ജോസഫ് ഗ്രൂപ്പിനെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണിയെ വിമർശിക്കുകയും KM മാണിയെ പുകഴ്ത്തുകയുമാണ് വീക്ഷണം മുഖപത്രം ചെയ്തത്. മാത്രമല്ല, ജോസ് കെ മാണിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാക്കുകളും ലേഖനത്തിലുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് ക്ഷണിച്ച വീക്ഷണം നിലപാടിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ തള്ളിപ്പറഞ്ഞു. കോൺഗ്രസോ UDFോ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും അതിന് പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും VD സതീശൻ പറഞ്ഞു. പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരമൊരു ലേഖനം വീക്ഷണത്തിൽ വരുമെന്ന് VD സതീശന്റെ അടുത്ത വൃത്തങ്ങൾ കരുതുന്നുമില്ല. K സുധാകരനും VD സതീശനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായും വീക്ഷണം ലേഖനത്തെ ഒരു വിഭാഗം നേതാക്കൾ കാണുന്നുണ്ട്. കൂടിയാലോചനയില്ലാതെ UDFിനെ പാർട്ടി പത്രം തന്നെ വെട്ടിലാക്കിയെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. അതേസമയം കേരളത്തിലെ വളരെ അധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വിഭാഗമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അത് ബോധ്യപ്പെട്ടതിനാലാണ് ഇപ്പോഴും കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്ന് വീക്ഷണം മുഖപത്രത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിനെ കൂടെ നിർത്തി മാണി ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞത് രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ല. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ മാണി വിഭാഗത്തെ പിന്നീട് LDF സ്വീകരിച്ച് അവരുടെ ഘടകകക്ഷിയാക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെല്ലാം കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. മാണി ഗ്രൂപ്പ് കൂടെ ഇല്ലാതിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ആകാത്തതിനാലാണ്, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിനെ കൂടെ നിർത്താതെ നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കോൺഗ്രസിലേക്ക് പാർട്ടി മുഖപത്രത്തിലൂടെ തിരിച്ചു വിളിക്കുന്നത്. മുഖപത്രം മാത്രമല്ല, നേരത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മാണി ഗ്രൂപ്പിനെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ നേതാക്കളുടെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് മുഖപത്രം ശ്രമിക്കുന്നത്. ജോസ് കെ മാണി CPM അരക്കില്ലത്തിൽ വെന്തുരുകരുത് എന്നാണ് വീക്ഷണം മുഖപത്രത്തിന്റെ തലക്കെട്ട്. കോട്ടയം ലോക്സഭാ സീറ്റിൽ ചാഴിക്കാടിന്റെ തോൽവി ഉറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വമില്ലാതെയാവാം. ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജോസ് കെ മാണിയുടെ മോഹങ്ങൾ നിറവേറ്റാൻ സാധ്യമല്ല. കോൺഗ്രസിനെ പോലെ ഘടകകക്ഷികളെ കരുതാൻ CPM തയ്യാറാകില്ലെന്ന മുന്നറിയിപ്പും മുഖപത്രം വിശദമാക്കുന്നു. ഘടകകക്ഷിയുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്ന രീതി കോൺഗ്രസിനില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകിയത് മുന്നണി മര്യാദയുടെ പേരിലാണെന്നും മുഖപത്രം വ്യക്തമാക്കുന്നു. KM മാണി വത്തിക്കാൻ പോലെ കാത്തുസൂക്ഷിച്ച പാലായിൽ ജോസ് കെ മാണി തോറ്റത് കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കഠിനമായതാണ്. 4 പതിറ്റാണ്ടിലേറെ കാലം തിരുവിതാംകൂറിലെ കർഷകർക്ക് അവകാശബോധത്തിന്റെയും സംഘബോധത്തിന്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച KM മാണിയുടെ മകന് രാഷ്ട്രീയത്തിൽ കർഷക രാഷ്ട്രീയത്തിന്റെ നഴ്സറി പാഠങ്ങൾ പോലും വശമില്ലെന്നും വീക്ഷണത്തിലെ ലേഖനം കുറ്റപ്പെടുത്തുന്നു. ലേഖനത്തിൽ പല ഭാഗങ്ങളിലും ജോസ് കെ മാണിയെ ഇകഴ്ത്തുന്നതായി കാണാം. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് UDFിലേക്ക് തിരിച്ചു വരണമെന്നാണ് മുഖപത്രത്തിലൂടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ LDFിന്റെ ഘടകകക്ഷിയായി തുടരാൻ തന്നെയാണ് സാധ്യതകൾ. കാരണം ഒരു സമയത്ത് കുറ്റപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് തള്ളിപ്പറഞ്ഞതും പുറത്താക്കിയതും മറക്കാൻ കഴിയുന്നതല്ല. അവിടെ നിന്നിപ്പോൾ LDFിന്റെ കരുത്തരായ ഘടകകക്ഷിയായി മാണി വിഭാഗം മാറിക്കഴിഞ്ഞു.